നാട്ടിലില്ലാത്തതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് ഒരുപാട് നാളായി. ഇന്ന് എഴുന്നേറ്റപ്പം വിചാരിച്ചു എന്നാൽ പിന്നെ രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പൊക്കളയെന്ന്. അങ്ങനെ കുളിച്ചൊരുങ്ങി നേരെ ഞാനും മുകേഷിയുടെ അമ്പലത്തിലെത്തി. ഇതാണ് ഞങ്ങളുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇലക്ഷൻ ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അമ്പലത്തിൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കാൻ പറ്റി. മനസ്സിന് എന്ത് വിഷമമുണ്ടെങ്കിലും ഈ അമ്പലമുറ്റത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേക ഒരു ആശ്വാസമാണ്. വിഘ്നങ്ങളെല്ലാം മാറിക്കിട്ടുവാനായിട്ട് മുകേഷ് വിഘ്നേശ്വരൻ്റെ മുമ്പിൽ ഒരു തേങ്ങയും കുടച്ചു. ഒരുപാട് നാളിന് ശേഷം അമ്പലത്തിൽ വന്നതുകൊണ്ട് തന്നെ മനസ്സിനൊരു പ്രത്യേക വൈബായിരുന്നു. കൃഷ്ണ ഭഗവാനെയും മറ്റു ഉപദേവതകളെയും തൊഴുതു വണങ്ങി അവസാനം ഞങ്ങൾ ക്ഷേത്രത്തിന് വെളിയിലെത്തി. ഇതാണ് ഞങ്ങളുടെ സ്വാമിയച്ചൻ. പേര് ശിവജ്യോതി ധർമാനന്ദ. ഈ കാണുന്നത് സ്വാമിയച്ചൻ പണി കഴിപ്പിച്ച 50 കൊല്ലത്തിന് മേൽ പഴക്കമുള്ള ആശ്രമമാണ്. ഈ സ്വാമിയമ്മയാണ് ഈ ആശ്രമത്തിലെ ഇപ്പോഴത്തെ അന്തേവാസി. ഈ കാണുന്നത് സ്വാമിയച്ചൻ്റെ ചെറുപ്പകാലത്തെ ചിത്രങ്ങളാണ് കേട്ടോ. ഇത് ആശ്രമത്തിനുള്ളിലെ കാഴ്ചകളാണ്. ഈ ആശ്രമത്തിനുള്ളിൽ ഒരു 10 മുറികൾക്ക് മേലെങ്കിലും ഉണ്ട്. ചൂട് സമയത്ത് പോലും ഈ ആശ്രമത്തിനുള്ളിൽ ഒരു പ്രത്യേക തണുപ്പാണ്. പണ്ടെൻ്റെ കുട്ടിക്കാലത്ത് ഈ ആശ്രമത്തിലൊക്കെ ഒരുപാട് ഉറങ്ങിയിട്ടുണ്ട് ഞാൻ. ക്ഷേത്രത്തിന് പിന്നിലായിട്ട് സ്വാമിയച്ചൻ പണ്ട് തപസ്സനുഷ്ഠിച്ചിരുന്ന ഒരു ഗുഹയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സ്വാമിയച്ചൻ പണ്ട് തപസ്സനുഷ്ഠിച്ചിരുന്ന ഗുഹ. രാവിലെ അമ്പലത്തിലൊക്കെ വന്നപ്പോൾ എന്തോ തോന്നുന്നു? ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഒരു നല്ല ഫ്രഷ് ആയിട്ട് ആവണമെങ്കിൽ അമ്പലത്തിൽ വന്നു രാവിലെ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ അമ്പലം? കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതുപോലൊന്നും അല്ല കേട്ടോ. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അതിനെക്കാട്ടി വൈബാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ പോയി വോട്ടം കിട്ടേക്കാന്ന് കരുതി. അങ്ങനെ വോട്ടിടാനായിട്ട് നേരെ ബൂത്തിലേക്ക്. വോട്ടിൻ്റെ സ്ലിപ്പ് കയ്യിലില്ലാഞ്ഞുകൊണ്ട് നേരെ പാർട്ടി ഓഫീസിൽ കയറി സ്ലിപ്പും വാങ്ങി. ബൂത്തിൽ വലിയ തിരക്കില്ലാഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ വോട്ടിട്ട് വെളിയിലിറങ്ങി. വെളിയിൽ വന്നപ്പോൾ ദാ നിൽക്കുന്നു നമ്മുടെ സഖാവ് ഗിരി. പാർട്ടി പ്രവർത്തനമായിട്ട് ഇരിക്കുമെന്ന് വെച്ചു. വോട്ട് പിടിക്കാൻ നിൽക്കുന്നു. നമ്മളൊക്കെ വോട്ടിട്ട് നമ്മളൊക്കെ വോട്ടിട്ട്. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ, ടാറ്റാ.